നമസ്തേ. ധ്യാനകാലത്തെ ശ്രദ്ധ. പ്രിയരെ, ഒരിക്കൽ ഒരിടത്ത് ഒരു ഗ്രാമീണൻ തന്റെ ഏക സന്തതിയായ ആൺകുട്ടിയെ വിദ്യ അഭ്യസിക്കാൻ ഗുരുകുലത്തിൽ കൊണ്ടുചെന്നു. ഗുരു അവരെ സ്വീകരിച്ചിരുത്തി പറഞ്ഞു, വിദ്യ അഭ്യസിക്കാൻ വന്നതാണല്ലേ? അതേ ഗുരു, ഗ്രാമീണൻ പറഞ്ഞു. എങ്കിൽ കുട്ടി കുറേക്കാലം ഇവിടെ താമസിക്കട്ടെ, ഗുരു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗ്രാമീണൻ സങ്കടത്തോടെ പറഞ്ഞു, അയ്യോ ഗുരു, എനിക്ക് ആകെയുള്ള സന്തതിയാണിത്. ഞാൻ നിത്യവും ഇവനെ ഇവിടെ കൊണ്ടുവന്ന് വൈകുന്നേരം തിരികെ കൊണ്ടുപോയിക്കൊള്ളാം. ഗുരുകുലത്തിൽ നിർത്തിയാൽ ഇവന്റെ മാതാവിനും എനിക്കും വിരഹദുഃഖം താങ്ങാനാവില്ല. പക്ഷേ ഗുരു താൻ പറഞ്ഞതിൽ നിന്ന് പിന്മാറിയില്ല. ഗ്രാമീണൻ വിഷമിച്ചപ്പോൾ ഗുരു വിശദീകരിച്ചു, നോക്കൂ, വീട്ടിൽ താമസിച്ചുകൊണ്ട് അധ്യാത്മസാധന ചെയ്യുകയെന്നുള്ളത് വളരെ ക്ലേശകരമാണ്. ഏകാന്ത സ്ഥലത്തിരുന്ന് വിദ്യ അഭ്യസിക്കുകയാണെങ്കിൽ മനസ്സിൽ പതിയും, ലൗകിക കാര്യങ്ങളിൽ നിന്ന് മോചനവും കിട്ടും. നിത്യവും മാതാവിന്റെയും പിതാവിന്റെയും ദാരിദ്ര്യ ദുഃഖം കണ്ട് വളരുന്ന ബാലന് ഇവിടെ വന്നാൽ വിദ്യ അഭ്യസനത്തിലുള്ള ഏകാഗ്രത കിട്ടിയെന്ന് വരില്ല. ധ്യാനകാലത്ത് മറ്റു ബന്ധങ്ങൾ അരുതി. ഇത്രയും പറഞ്ഞ് ഗുരു തന്റെ കുറെ ശിഷ്യന്മാർ ചേർന്ന് തൈകൾ നടുന്നത് കാണിച്ചു കൊടുത്തു. ഗ്രാമീണൻ നോക്കിയപ്പോൾ ഗുരുശിഷ്യന്മാർ ചെറു തൈകൾ നടുകയും അതിനു ചുറ്റും മുള്ളുവേലി കെട്ടുകയും ചെയ്യുന്നത് കണ്ടു. ഗുരു വിശദീകരിച്ചു, എന്റെ ശിഷ്യന്മാർ ചെയ്യുന്നത് നോക്കൂ, ചെടികൾ വച്ച് അവയ്ക്കു ചുറ്റും വേലിയും കെട്ടുന്നു. ആടുമാടുകൾ തിന്നുപോകാതെ ചെടിയെ രക്ഷിക്കാനാണ് അങ്ങനെ വേലി കെട്ടുന്നത്. ഗുരുകുലത്തിൽ കാണുന്ന വലിയ വൃക്ഷങ്ങളെ നോക്കൂ, അവയ്ക്ക് ചുറ്റും വേലിയില്ല. തടി വളർന്നാൽ പിന്നെ വേലി വേണ്ട, ആനയെ തളച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് ധ്യാനത്തിന്റെ ആദ്യകാലത്ത് ബാലനെ ഇങ്ങനെ സംരക്ഷിക്കണം. പിന്നീട് വളർന്നു വലുതായാൽ ഒന്നും പേടിക്കേണ്ടതില്ല, പിന്നെ ആരെ ഭയക്കണം? ഗുരുവിന്റെ ഉപദേശം ശ്രവിച്ച ഗ്രാമീണൻ തന്റെ മകനെ ഗുരുകുലത്തിൽ ഏൽപ്പിച്ചിട്ട് സംതൃപ്തിയോടെ മടങ്ങിപ്പോയി. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാടത്ത്.